ഇതെന്താ ഇങ്ങനെ ഒട്ടപക്ഷിയ വില 14 റുപ്യ ഉണ്ട്. 14 ആ മാടക്കുണ്ടാ 13,000 ഇത് വേണം 14 റുപ്യ 14 റുപ്യ. ഇത് എല്ലാ ഇനത്തിനും പെട്ടിട്ട് 13,000 അപ്പുറത്ത് 14. ഇതൊരു വ്യത്യസ്ത മോഡലാ 2027 മോഡൽ. ഇത് ഒരു സാമ്പിൾ ഇറക്കിക്ക. ദുനിയാവിൽ ആദ്യമായിട്ടാവും ഇറങ്ങിണ്ടാവുക. ഫസ്റ്റത്തെ വരവാ. ഞാൻ ആ വള്ളംകുടം വെച്ചാണ് 2 ദിവസം അങ്ങനെ ആയാ മുതൽ. ഇതിപ്പോ എന്തപ്പത്തിനെ കാട്ടിയേച്ചി ഇതിന് വെള്ളക്കുടം വെച്ച് എല്ലാവരും ചമക്കും കഴിഞ്ഞ പോലെ. അത് ശരി. അപ്പൊ നടു മുറിഞ്ഞി നടു പൊന്തി ഇവിടെ വെച്ചപ്പോ എന്ത് മൂരിക്കുട്ടി എന്താ മൂരിക്കുട്ടിയാ അതിന്റെ വിലക്കുണ്ട്. പൈക്കുട്ടിയാ അല്ല ആ കൊണ്ടാണ്ടിയാണ്. നല്ല കുട്ടിയാണ്. അതിന് ആൾക്കാരുള്ളൂ. ആ ചിലതൊക്കെ അങ്ങനെ തന്നെയാണ്. അത് പിറവിയിലുള്ളതല്ലേ. അതിപ്പോ അതെന്താ പൈക്കുട്ടിയല്ല ആര് ആള് 6,300 അപ്പുറത്ത് 5,000 ചോദിച്ചില്ലേ എങ്ങനെ അപ്പൊ കൊടുക്കണ്ടേ? 5,000 അവിടെ ഇതിനാ സുഗന്ധിനിയാ പടച്ച അമ്പരാൻ എന്തൊക്കെ രേഷ്മല്ലോ രേഷ്മ സുഗന്ധളെ കല്യാണിയാ കല്യാണരാമനാവും. അപ്പൊ ഇത് കല്യാണരാമനാവും. അതാ അത് വരും രാമൻ. ഈ കണ്ണി കണ്ട പേരൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് മേടിച്ചോണ്ട് ഇതിപ്പോ ഈ രാമനും രാമിക്കൊക്കെ എന്താ വില? 32 റുപ്യ ഉണ്ട്. ഏതാണ് ഇത്? 2 കുട്ടികളെ കയ്യും കാലും 1000 കണ്ട മേടിക്കുമ്പോ ചെവി വലിപ്പുള്ള കയ്യും കാലും അതിനുള്ള അകരല്ലേ ഉണ്ടാവുള്ളൂ. ചെവി വലിപ്പം നോക്കിയത് ചെവി പിന്നെ വലുതല്ലാതെ പിന്നെ കുട്ടിയല്ലോ മലടിക്ക് നോക്കിയാ ചെവി വലിപ്പമില്ലാതെ. ഈ ചെവി വലിപ്പുള്ള ഇപ്പൊ ഏതിനെത്തിപ്പെട്ട ഏത് ഈ ചെവി വലിപ്പുള്ള അത് ഗീറ പഴയ ഗീറ പുതിയ ന്യൂട്രൽ ഉണ്ടാവില്ലേ? പഴയ ഗീറ് അത് മറ്റെന്താവും വലിയ മന്ദക്കലോറിയുടെ ഗീറാവും. എത്രക്ക കൊടുക്കുക രണ്ടും കൂടിയിട്ട്? 16 റുപ്യ. 16 നേരെ വിട്ടോളി ബാറിലേക്ക്. എന്താ ബാറിക്കോണ്? എന്താ ബാറിക്കോണ്? ബാറിലിപ്പോ മോചി കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? കൊടുക്കണ്ടതാ അതിനവിടെ കെട്ടിക്കോ. ഇവിടെ കൊണ്ടുവരണ്ട. അതിന് ഇനിയൊരു കയറ്റം കയറിയാൽ ഇനി ഉയരം കൂടും. അല്ല ഇനി ഒന്നും കൂടി ആ കന്നിനെ. അതെ ഇതാരാ? ശ്രീദേവിയാ ഈ പറഞ്ഞ്? എന്താ ഇതൊക്കെ? ഇത് രണ്ടും മൂരിക്കുട്ടി. ഇത് വേണം നിങ്ങൾക്ക്? ഈ മൂരിക്കുട്ടി വേണം? എത്ര വലിപ്പം കൂടുതൽ? ചെറിയ വലിപ്പം കൂടും വിലയും കൂടും. അതെ ആ പോത്തുകുട്ടികളെ ചോദിച്ചാൽ നിങ്ങൾക്ക് ചന്തയിൽ കയറി വരുന്ന പടിവാതിലിൽ പോത്തുകുട്ടികളെ അത് കൊണ്ടുപോയിട്ടേ പോത്തുകുട്ടികളാ അത് ചോദിക്കണ? അത് ചോദിച്ചോളി. എത്ര ചോദിച്ചു ഇപ്പം? എത്രയും പറയാം നിങ്ങളെ അഭിപ്രായത്തിൽ? 65 മേനി പറയുമോ വിൽക്കാരോ? അത് പറയുമോ? 65 മേനി പറയുമോ? 45 റുപ്യക്കാ ഞാൻ പോയിക്കോളിയും. ചന്ത വിൽക്കണ്ട കേട്ടാ. 5000 എത്ര പറയാന്നറിയില്ല. ഇതെന്താണ് ഞാൻ ഇതിങ്ങനെ പിടിച്ചു വന്നിട്ട് ഇങ്ങോട്ട് എത്തിയാ? 26 റുപ്യ ചോദിച്ചാലോ കൊടുക്കുക? 26 റുപ്യക്ക് ചോദിച്ചാ? നീ പയ്യയുടെ പയ്യയുടെ ആൾക്കാരെ അടുത്തൊന്ന് പോയി നോക്കട്ടെ. ആ വില കുറവൊന്നും ഇവിടെ പറയില്ല. ഇവിടെ ഉള്ള വില പറയുള്ളൂ. വില കുറവ് ഞാൻ ഇവിടെ ഉള്ള വില പറയാം. ഇപ്പൊ കന്നിന് എത്ര വില? ഇവിടെ നമ്മള് തൂക്കിട്ടല്ലോ കൊടുക്കും. ഇവിടെ 500 ഒന്നും കിട്ടില്ല. 400 അത് നിങ്ങൾ കൊണ്ടുപോകുമ്പോഴല്ലേ? കൊണ്ടുപോയി ഞാൻ കുഴപ്പമില്ല. കത്തി ഉണ്ടായിക്കോട്ടെ. കത്തി മാടാളൊന്നും വിഷയമല്ല. ഇത് വിടൂ. എന്താ നിങ്ങൾ എന്തായിരുന്നു കന്ന് പഠിച്ചില്ലേ? തീ പിടിച്ചോലെ അത് റബിലവലായിട്ടാ. 100 കിലോ കന്നിനാ
എന്നാലും ഇങ്ങനെ എങ്ങനെ വില കൂട്ടിയിട്ട് എന്താ കാര്യം? കന്ന് കച്ചവടക്കാർ ഇങ്ങനെ വില കൂട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാര്യം കണ്ട് ഒരു 2 ആഴ്ച കഴിയട്ടെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാത്തത് ചില ടൈമിൽ വില കൂടും, ചില ടൈമിൽ വില കുറയും. ഇവിടെ വില കുറയുന്ന കാലം ഉണ്ടായില്ല. ഇനി കുറയില്ല ഇവിടെ. അതെ, അഞ്ഞൂടെ കുറയില്ല. നസ് കുസാക്കല്ലേ ചന്ത? അല്ലേ അല്ലേ ചന്ത നസ് കുസാക്കല്ലേ? അതെ, ചന്തക്ക് ഒരു കാലത്ത് വില കുറയുന്ന പരിപാടിയില്ല, വില കൂടുതലുണ്ട്. വില കുറയുന്ന ആ കാലൊക്കെ പോയി. ആന്ധ്രയിൽ വില കൂടുതലാണ്. ആന്ധ്രക്ക് പോകണ്ടല്ലോ, ഇവിടെ വാങ്ങിയാ പോലെ. ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്നതിന് വിലക്ക് ഇവര് പോയിട്ട് ആന്ധ്രയിൽ കല്യാണം കഴിക്കണേ. വില കൂടുതൽ. അതെ, കല്യാണം കഴിച്ചാ എങ്ങനെ വില കൂടുക? അവിടെ ചെലവ് കുറവാ. അവിടെ ചെലവ് കുറവാ. നിങ്ങളിപ്പോ ഒന്നും കന്നെടുത്തില്ല. ഞങ്ങളുടെ 400 രൂപ ഇറച്ചിക്ക്. അതെ, നിങ്ങൾ എവിടെയാണ്? അവിടെ 400 നോക്കണേ. ഇത് അതിൽ വെട്ടാ, വിലയും കൂടെ വെട്ടാ. അല്ല, ഇത് നല്ല കന്നെടുത്ത് പോകണ്ടല്ലോ, ഇതിന് പിന്നെ വില കുറച്ചിട്ടുണ്ട്. അല്ല, ഇത് മാത്രം കൊണ്ടുപോയിട്ടല്ലോ കമ്മീഷൻ. അതെ, 500 രൂപ പോലെ 5000 രൂപ 5000 രൂപ അവിടെ കൊടുത്തു. 10000 രൂപയില്ലേ ഓനെന്താ സുഖമായി ജീവിക്കാൻ. നിങ്ങൾ റബിൽ കഴിഞ്ഞിട്ട് വരും, അപ്പൊ വില കുറയും. അപ്പൊ വില കുറയും. ഇപ്പോഴത്തെ നോക്കണ്ട. അതൊക്കെയാണ് ചോദിച്ചോ. കാക്ക് എത്രയാണെന്ന് ചോദിച്ചോ. 55. നിങ്ങളിപ്പോ എടുത്തിട്ടില്ല. നിങ്ങളിപ്പോ അത് പോരാൻ പറ്റില്ല. ഞങ്ങളടക്ക് 4-5 അത് ശരി. ചെക്കന്മാര് അയച്ച കായൊക്കെ ഇവിടെ കൊടുത്തു കൊടുക്ക. എന്താണ് അയച്ചൊക്കെ അവിടെ കാട്ടുന്നത്? എന്താ ബജ്ജി നിങ്ങൾ വില പറഞ്ഞു? ബജ്ജി 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 എത്ര? 2 വിലണ്ട് വരുന്നില്ലല്ലോ. അത് ശരി. 275. അത് എന്താ ഇപ്പൊ ഇത്ര വില കൂടി? ഇവിടെ പാലിന് വയ്യ. അതെ, എത്ര ലിറ്റർ പാലുണ്ടാവും? 5 ലിറ്റർ പാലില്ല. അത് എന്നും കിട്ടുമോ? എന്നും കിട്ടും. പിന്നെ ഓരോ പിന്നെ 10 ലിറ്റർ പോടാ. എന്താ പോയി ചോദിക്കണ്ടേ? 5 ലിറ്റർ പാലുണ്ട് പറഞ്ഞു, എന്നും കിട്ടുമെന്ന് ചോദിച്ചു. മോശ. ഇതിന്റെ ഫോട്ടോ എപ്പോഴും ഉണ്ടാവും. ഇതെന്താ ഇവിടെ നടക്കണേ? ഇതിനൊന്നും നടന്നില്ലേ? നടന്നപ്പോഴേ അതിന്റെ വണ്ടിമേലെ അതിനെ കൊടുത്തായി 75 ഉറുപ്പല്ലേ? അതിനെത്രയാന്ന് പറഞ്ഞേ? ആ വെള്ളപ്പച്ചി പുള്ളിക്കുത്തി 40 ഉറുപ്പ. ഇതോ ഇത് കുറച്ച് പറയും. ഇത് 30. ബജ്ജി ബജ്ജി അതിന്റെ കല്ലൂടിയാ ബജ്ജി. അവിടെ പാലുള്ള ബജ്ജൊക്കെ ഉണ്ട്. അവിടെ കച്ചവടം അങ്ങനെ എത്തിക്കണ്. വർത്താനം പറഞ്ഞിട്ട് മൂരിക്കുട്ടി എത്രേ? ബൈക്കുട്ടിയാ എന്താ പറഞ്ഞേ? വാച്ചമുറിയാ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളെ കാണാനു ചന്ത വരുമ്പോ ഇങ്ങനെ ആൾക്കാരെ കാണാനുണ്ട് അല്ലേ? ഇതിനൊക്കെ നിങ്ങൾ കാണില്ലേ? അപ്പൊ പിന്നെ എവിടുന്ന കാണാ? ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഇതിന് കാണാലോ. നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഇന്ന ആള് ചന്ത ഉണ്ടാന്ന് പറഞ്ഞാൽ ഇതിനെ കാണൂലേ? ഇവിടെ റെക്കോർഡിക്കലായില്ലേ നിങ്ങളെ? നിങ്ങള് എത്ര ഇപ്പൊ 15,000 വില പറഞ്ഞു? 15,000 വില പറഞ്ഞു. 20 ചോദിച്ചു. അത് തല കറക്കി ചോദിച്ചാവും. 20 ചിലര് അങ്ങനെ ചോദിക്കണ്ട്. ചിലത് ഇപ്പൊ 15,000 വില പറയും, 20 ചോദിക്കുന്നു. തല കറക്കി എത്ര ആൾക്കാർക്ക്. ആ പോലും പോത്ത് കുട്ടികൾ. എന്നിട്ടിപ്പോ ഒട്ടകം കൊടുത്താ? ഓ, വലിയ ഭാഗ്യം. 2 കോഴി കൊടുത്താളി. പടിവാതിലത്തെ കച്ചവട. എന്താ മൂപ്പരിക്കണോ? അത് മേടിച്ചതിനെ അവിടെ കൊണ്ടുപോയി കെട്ടാൻ വെച്ചാൽ അനാ വഴി കൊടുക്ക്. 3 കുട്ടികളെ കൊടുക്ക്. കായട്ടം കൊടുത്താളി. എന്താ പിടിച്ചാൽ ചോദിച്ചോ? എന്താ പറഞ്ഞാൽ അങ്ങനെയല്ലേ ചോദിക്കുക? അല്ല, ഒന്നും ഉണ്ടാകാതെ കയറി ഓടണ്. അതിന് 9 കിട്ടിയ അതിന് വലിയ ഭാഗ്യം. കൊടുക്ക്. ഇല്ലേ കുട്ടികളെ